പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് വൻ തിരിച്ചടിയുണ്ടാക്കിയതായി റിപ്പോർട്ട്. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ മേഖലയിലെ 228 US സൈനിക സൗകര്യങ്ങളോ യുദ്ധോപകരണങ്ങളോ തകർക്കപ്പെട്ടതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്താണ് അന്താരാഷ്ട്ര മാധ്യമം ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതിലും വലുതാണ് യുദ്ധത്തിൽ US-നുണ്ടായ നാശനഷ്ടമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹാങ്ങറുകൾ, സൈനിക ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, യുദ്ധവിമാനങ്ങൾ, റഡാർ ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചു. മേഖലയിലെ 15 സൈനിക താവളങ്ങളിലായി 215 കെട്ടിടങ്ങൾക്കും 11 യുദ്ധോപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായി തകരുകയോ ചെയ്തു. ഇറാന്റെ ആക്രമണങ്ങൾ അങ്ങേയറ്റം കൃത്യതയുള്ളതായിരുന്നുവെന്നും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാനാകാത്ത മിസൈലുകളെല്ലാം ലക്ഷ്യസ്ഥാനം കൃത്യമായി ഭേദിച്ചെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിലെ ഒരു ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രം, ബഹ്റൈനിലെ റിഫ, ഇസ വ്യോമതാവളത്തിലെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ ഉപകരണങ്ങൾ, കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളം, US 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി, ബഹ്റൈനിലെ ചില സംവിധാനങ്ങൾ, കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിംഗിലെ ഒരു വൈദ്യുത നിലയം എന്നിവയിലും ഇറാൻ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.